ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് ബൈപ്പാസിൽ ഈ ആഴ്ച സംഭവിച്ച പുതിയ മാറ്റങ്ങൾ നോക്കാം. മലാപ്പറമ്പ് മുതൽ വെങ്ങളം വരെയുള്ള ഭാഗങ്ങളിലെ അപ്ഡേറ്റാണ് വീഡിയോയിൽ. എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക, കൂടെ ലൈക്ക് നൽകുക. മലാപ്പറമ്പ് ഓവർപാസിൻ്റെ വർക്കൊക്കെ വളരെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗർഡറുകൾ വരെ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. ജനുവരി 26 ഞായറാഴ്ച രാവിലെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിനോടകം 6 ഗർഡറുകൾ ഒരു ലൈനിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഒരു സൈഡിൽ 14, രണ്ട് സൈഡിലും കൂടി 28 ഗർഡറുകളാണ് മലാപ്പറമ്പ് ഓവർപാസിന് വേണ്ടി വരിക. ഗർഡറുകൾ ലോഞ്ച് ചെയ്തതിൻ്റെ മേലെ ഷീറ്റ് വർക്കും നടക്കുന്നുണ്ട്. മാർച്ച് അവസാനത്തോടെ ഓവർപാസിൻ്റെ വർക്ക് മുഴുവനായും തീർത്ത് കോഴിക്കോട് വയനാട് പാത ഈ ഓവർപാസിൻ്റെ മേലെ കൂടി തുറന്നു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വയനാട് ഭാഗത്തേക്ക് പോകുന്നത് സർവീസ് റോഡിലേക്ക് കയറി വടക്കോട്ട് കുറച്ചുകൂടി ദൂരം സഞ്ചരിച്ച് തിരിച്ചാണ് ഇപ്പോൾ വയനാട് റോഡിലേക്ക് കയറുന്നത്. നേരത്തെ തിരിച്ചുണ്ടാക്കിയ ഭാഗമൊക്കെ മണ്ണെടുത്ത് താഴ്ത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പുറം വയനാട് ഭാഗത്ത് നിന്ന് ടൗണിലേക്ക് വരുന്ന ഈ ഒരു തിരിച്ചിലിൻ്റെ അവിടുത്തെ വർക്ക് നടക്കാനുണ്ട്. ഓവർപാസിൻ്റെ ഇപ്പോൾ ഗർഡറുകൾ വെക്കുന്ന ഭാഗമല്ല, അതിന് ഓപ്പോസിറ്റ് പടിഞ്ഞാറ് സൈഡിലെ മതിലിൻ്റെ വർക്കും അവസാനിക്കാറായിട്ടുണ്ട്. വെറും 3 മാസം കൊണ്ട് മലാപ്പറമ്പ് സംഭവിച്ച മാറ്റം ഇതാണെങ്കിൽ 2 വർഷത്തിലേക്ക് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വേങ്ങാരി ഓവർപാസിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഓവർപാസിൻ്റെ അവശേഷിക്കുന്ന ഭാഗത്തെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ഷീറ്റിടുന്ന വർക്കും കമ്പി കെട്ടുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സൈഡിലെ സർവീസ് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്കും അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. മലാപ്പറമ്പ് ഓവർപാസിൻ്റെ വർക്ക് അവസാനിക്കും മുന്നേ തന്നെ ഇവിടുത്തെ വർക്ക് തീരുമെന്ന് പ്രതീക്ഷിക്കാം. താഴെ ദേശീയപാത ഒരു സൈഡിൽ ടാറിംഗ് വർക്കും നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ കാണുന്നത് മാളിക്കടവ് പുതിയ ഇരട്ട അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമാണ്. അണ്ടർപാസിൻ്റെ മുഴുവൻ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. വേങ്ങേരി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള അപ്രോച്ച് റോഡൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ട്. അടുത്ത സൈഡിൽ അപ്രോച്ച് റോഡ് നിർമ്മാണം ബ്രിക്സ് വാൾ കെട്ടി ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് റോഡ് കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ വരെ നിർമ്മാണം ഏകദേശം അവസാനിച്ച ഭാഗങ്ങളാണ്. പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ മേലെ ഒരു സൈഡിൽ മാസ്റ്റിക് പാഡ് വിരിക്കുന്ന വർക്ക് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അടുത്ത പാലത്തിലേക്ക് ഇനി വർക്ക് നീങ്ങണം, മാസ്റ്റിക് പാഡ് വിരിക്കുന്ന വർക്ക്. അതുപോലെ ഡിവൈഡർ കുറച്ച് ഭാഗത്ത് കൂടി കോൺക്രീറ്റ് തീരാനുണ്ട്. ബൈപ്പാസിൽ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ ഫ്ലൈ ഓവറാണ് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ. പാലായി വെങ്ങളം ഫ്ലൈ ഓവറുകളാണ് വലുപ്പത്തിൽ 1ഉം 2ഉം സ്ഥാനത്ത്. കോഴിക്കോട് കുറ്റ്യാടി സംസ്ഥാന പാതയ്ക്ക് മുകളിലൂടെയാണ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത്. ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂളാടിക്കുന്ന് കഴിഞ്ഞതിന് ശേഷം
പുറക്കാട്ടിരി പുഴയുടെ പുതിയ പാലം വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്ത കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഇത് തുറന്നതോടെ നിലവിലെ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. ബൈപ്പാസിലെ 4 പേപ്പാലങ്ങളിൽ പുതിയതായി നിർമ്മിച്ച് തുറന്നു കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പാലമാണിത്. മൂന്നാമതായി ഒരു പാലത്തിൻ്റെ പൈലിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. പൈലിംഗ് വർക്ക് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അടുത്തത് കോരപ്പുഴ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ്ങിലേക്കാണ്. ക്യാൻട്രി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗർഡർ ലോഞ്ചിങ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകദേശം ഇനി 20നും 25നും ഇടയിലുള്ള ഗർഡറുകളാണ് ലോഞ്ച് ചെയ്യാൻ ബാക്കിയുള്ളത്. നല്ല ഫാസ്റ്റായി തന്നെയാണ് വർക്ക് നീങ്ങുന്നത്. 2 ആഴ്ച കൊണ്ട് ഗർഡർ ലോഞ്ചിങ് മുഴുവനായും തന്നെ തീരും. അറപ്പയ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് സമയത്ത് ലോഞ്ചർ ഇടയ്ക്ക് തകരാറായത് വർക്കിൻ്റെ വേഗതയെ ബാധിച്ചിരുന്നു. എന്നാൽ കോരപ്പുഴയിൽ ആ ഒരു പ്രശ്നം ഇതുവരെയും വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല. ആകെ 70ഓളം ഗർഡറുകളാണ് ഈ പാലത്തിൻ്റെ മേലെ ലോഞ്ച് ചെയ്ത് തീർക്കേണ്ടത്. അവസാനമായി വെങ്ങളം ഫ്ലൈ ഓവറിൻ്റെ അവിടേക്കാണ്. ഫ്ലൈ ഓവറിൻ്റെ മേലെ ടാറിങ് കഴിഞ്ഞ വിവരം കഴിഞ്ഞ ആഴ്ച കാണിച്ചതാണ്. ഫ്ലൈ ഓവറിൻ്റെ വടക്ക് സൈഡ് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പാലത്തിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാരത്തിലെ പ്രധാന അപ്ഡേറ്റ്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായി ഇടുക. പുതിയ ദേശീയപാത അപ്ഡേറ്റുമായി വീണ്ടും വരാം.